യെസ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ഒരു താല്പര്യം ഇല്ലായിരുന്നു. കുറേ ആലോചിച്ച് ഈ വീഡിയോ ഇട്ടാൽ തെറ്റുണ്ടോ എന്നാൽ കുറേ ആലോചിച്ച്. പക്ഷേ ഇത് ഒരു അതിര് കടന്ന് പോയി. ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ദിസ് ഈസ് ഓൺലി മൈ ഒപ്പീനിയൻ. ഞാൻ എങ്ങനെ കാണുന്നോ അത് മാത്രമേ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ ഒരു സൈക്കോളജി പഠിച്ച ആളോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു നോർമലായിട്ടൊരു ബോയാണ്. എന്നെ കൊണ്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് അത് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. സോ പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോ ഒന്നും ആയിരിക്കില്ല, ഭയങ്കര റോ ആയിട്ട് ഇരുന്ന വീഡിയോ ആണ്. കാരണം ഇത് ഈ ചാനലെന്ന് പറഞ്ഞാൽ ഒരു മൂവി എക്സ്പ്ലനേഷൻ ചാനലാണ്, അല്ലാതെ ഈ സോഷ്യൽ പ്രോബ്ലംസ് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ചാനലല്ല. പക്ഷേ ഇപ്പം നടക്കുന്നത് കാണുമ്പോൾ സംസാരിക്കാൻ തോന്നുന്നു. സോഷ്യൽ പ്രോബ്ലംസ് മീൻസ് ഓൺലൈനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ടൈം ലാപ്സൊന്നും ഇട്ടല്ല പറയുന്നത്. എൻ്റെ മനസ്സിലിപ്പോൾ എന്തൊക്കെ തോന്നുന്നു അതെല്ലാം തുറന്ന് പറയാൻ പോവുകയാണ്. ഒരു സ്ക്രിപ്റ്റും ഇല്ല. നിങ്ങൾക്ക് സമാധാനമായിട്ട് കാണാൻ പറ്റുമെങ്കിൽ അത് ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ നോക്കുക. ഓക്കെ, സോ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ഈ വീഡിയോയെക്കുറിച്ച് അറിയണം, എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, അത്ര മാത്രമേ എനിക്ക് പറയാവുള്ളൂ. സോ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ഇയർ കോളേജ് കഴിഞ്ഞിരിക്കുന്ന പയ്യനാണ് ഞാൻ. സോ എക്സാം അതിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. കുറേ ഗ്യാപ്പ് വന്നു. ഞാൻ ഇന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ എ മാൻ കോൾഡ് ഓട്ടോ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ ഫുള്ളായിട്ട് അത് വിചാരിച്ചതാണ്. പക്ഷേ അതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ കണ്ടപ്പോൾ അത് നമുക്ക് നിടണ്ട, ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ചിടാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നടക്കുന്ന ടോക്സിസിറ്റീസ് എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി ഒരാളുടെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്നത്, അത് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ഇൻസെക്യൂരിറ്റി അതിനെ ചോദ്യം ചെയ്തായിരിക്കാം. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ. ഞാൻ പറയുന്ന എന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഓക്കെ, മെയിനായിട്ടുള്ള പ്രോബ്ലം ഇൻസെക്യൂരിറ്റി തന്നെയാണ്. അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല, അതിനെ വേറൊരു രീതിയിലെടുത്ത് പറയുന്നതാണ് തെറ്റ്. ഇറ്റ്സ് ലൈക്ക് എ മാനിപ്പുലേഷൻ. ഒരു 15 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളെ, അതാണോ പെണ്ണോ, അവരെയൊക്കെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിക്കലി പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ എവിടെയോ റോങ് ഉള്ളതായിട്ട് തോന്നുന്നു. സി ഗൈസ്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണോ കൊറോണയ്ക്ക് ശേഷം ആയത്? ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അതിനൊക്കെ വിവരം വന്നു. ഓക്കെ, അത് ആ പോയിന്റ് അവിടെ തന്നെ ഇരിക്കട്ടെ. ബട്ട് ജെന്യൂനിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് മിസ്സാവുകയാണ്. ഒരു ജെന്യൂനിറ്റി ഇല്ല. എല്ലാവരും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് പെരുമാറുന്നത്. ഓൾ ഫോർ മണി. അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അത് അവരുടെ ഇഷ്ടം, അവരെങ്ങനെയാണോ വീഡിയോ ചെയ്യട്ടെ. പക്ഷെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ് ഇൻസെക്യൂരിറ്റീസിനെ കളിയാക്കുന്ന രീതിയിൽ പറയുന്നത് തെറ്റില്ലേ? ഞാൻ 2-3 ചാനൽ കണ്ടിരുന്നു. അവരൊക്കെ ഒരു സൈക്കോളജിക്കൽ ചാനലാണ്. ഗ്രൂമിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ചാനൽ. യെസ്, ഗ്രൂമിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സൂക്ഷിക്കാനും വേണ്ടി ഗ്രൂമിങ് നല്ലതാണ്. പക്ഷേ അത് പറയേണ്ട ഒരു രീതിയുണ്ട്. നമ്മളെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറയേണ്ട ഒരു രീതിയുണ്ട്. ഇതിലിപ്പം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ്, നല്ല ജെനറ്റിക്സ് ഏത്, ചീത്ത ജെനറ്റിക്സ് ഏതെന്ന് വേർതിരിച്ച് പറയുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ എബോ ആവറേജ് ആണോ, നോർമൽ ആണോ, ബിലോ ആവറേജ് ആണോ, അല്ലെങ്കിൽ അതിലും താഴെയാണോ, ഇല്ലോ അങ്ങനെ നമ്മളെ ലുക്ക് തിരിച്ച് പറയുന്നത് അതെനിക്ക് തോന്നുന്നു തെറ്റാണെന്ന്. ഇപ്പോൾ ഒരു ജെനറ്റിക്സ് ബേസ് ചെയ്തല്ല. അതും എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ലുക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലുക്കുള്ള ഗേൾസിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൾസോ ഫോർ ഗേൾസ്, ഈ ലുക്കുള്ള ഗേൾസിന് ഈ ലുക്കുള്ള ബോയ്സും കിട്ടും എന്ന് പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട്. എനിക്കിത് പറയാൻ തന്നെ താല്പര്യമില്ല. അപ്പോൾ ഈ ഗേൾസിനെയും ബോയ്സിനെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഗ്രൂം ആവണത് ഗേൾസിനെയും ബോയ്സിനെ ഇമ്പ്രസ് ചെയ്യാനുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ഗേൾസിനെയും ബോയ്സിനെയും ഇമ്പ്രസ് ചെയ്യാനല്ല. ആൻഡ് ഇപ്പോൾ ജെനറ്റിക്സിനെ കുറിച്ച് പറയില്ലേ, നോർമൽ, എബോ ആവറേജ്, ബിലോ ആവറേജ്. ഇത് കാണുന്ന ഒരു പയ്യനെ ആലോചിച്ച് നോക്കുക. എങ്ങനെയോ ആവട്ടെ, ഇത് കാണുന്ന ആ പയ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു പയ്യനാണെങ്കിൽ തന്നെ, ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന പയ്യനാണെന്ന് വിചാരിച്ചു, അവിടെ നിന്നും ഒരുപാട് കളിയാക്കലുകളും എല്ലാം കേൾക്കേണ്ടി വരും. ചിലപ്പോൾ അവന് പ്രതികരിച്ച മടുത്താണെങ്കിൽ ചിലപ്പോൾ പ്രതികരിക്കില്ല. അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ നിന്ന്, ബന്ധുക്കൾ, വീട്ടുകാരിൽ നിന്ന് തന്നെ ആയിരിക്കും ചിലപ്പം ഇതുപോലുള്ള സംസാരങ്ങൾ കേൾക്കേണ്ടി വരികയും. എന്നാലും ഒന്നും മിണ്ടില്ല.
പോട്ട് ഇതെല്ലാം ഇഗ്നോർ ചെയ്ത് നമുക്ക് വളർന്ന് വരണം എന്ന് മുന്നോട്ടെടുത്ത് വെച്ച ഒരു പയ്യനാണെന്ന് വിചാരിച്ചോ. ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ അത് വെറും ഇൻസെക്യൂരിറ്റീസ് വെച്ച് നമ്മൾ അളക്കാനുള്ളതല്ല നമ്മൾ എന്ന് വിചാരിച്ച് ഒരു പയ്യൻ മുന്നോട്ട് വരാൻ നോക്കുമ്പോൾ അവന് ഇതേപോലുള്ള വീഡിയോസായി ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ അപ്പം നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ. അവൻ ഇത് കാണേണ്ടി വന്ന അവൻ്റെ മോട്ടിവേഷൻ അത് നമുക്ക് ഇത് കാര്യമൊക്കെ ഇഗ്നോർ ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ അടിച്ചു പോയാൽ തന്നെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആ ഒരു ഇത് കാണും, ആ ഒരു സ്പാർക്ക് വീണാണ്. ഒരു സ്പാർക്ക് അത്രയ്ക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു സ്പാർക്ക് വീണ. ഒന്നാമത് പണ്ടേ നടക്കുന്ന കാര്യങ്ങളാണ്, പണ്ടേ സ്കൂളിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ്. അത് പയ്യെ മറന്നു വരുന്ന ഒരു പയ്യൻ്റെ ബോയ് ഓർ ഗേൾ അവിടെ പെട്ടെന്ന് അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഓൺലൈൻ ഓർ സോഷ്യൽ മീഡിയസിൽ വീണ്ടും അങ്ങനെ ജനറേറ്റായി വരുമ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണുമ്പോൾ വീണ്ടും ഇൻസെക്യൂരിറ്റി കൂടെ ഉള്ളവന് അവനെ തന്നെ ഒരുമാതിരി തോന്നും, ഞാൻ ഇത്രയേ ഉള്ളൂ, ഇപ്പം എന്നെക്കൊണ്ട് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ലേ. ഇന്നൊരു തോന്നും. ഇറ്റ് ഈസ് 100% ഷുവർ, ഒരു 99% ഷുവറാണ്. കാരണം അല്ലെങ്കിൽ മനസ്സിന് എവിടെയെങ്കിലും ഒന്ന് കാണും. അവന് മനസ്സൊന്ന് സന്തോഷിക്കാൻ പോലും പറ്റില്ല എന്നാണ്. മനസ്സൊന്ന് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ്. അകമേ ഒന്ന് വെച്ചിട്ട് പുറമേ ചിരിക്കുന്നതല്ല, മനസ്സൊരു ഹാപ്പി ആവണം എന്ന് പറഞ്ഞാൽ ഇന്നർ മൈൻഡ് ഹാപ്പി ആയിട്ട് പുറമേ സന്തോഷിച്ചിരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. അത് നമുക്ക് വേണം, അത് എല്ലാവർക്കും വേണം. ഇതേപോലുള്ള വീഡിയോസ് ഇതൊക്കെ കണ്ട് പോട്ട് ഇത് കാണാന്ന് പറഞ്ഞ് അടിച്ചു കളയാണ്. ഷോർട്സ് യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ഇടുന്നതുണ്ട്, അതിൽ വരെ ഇത് റെക്കമെൻഡായിട്ട് ഇങ്ങനെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ഇത് കണ്ട് കോൺഫിഡൻസ്, എൻ്റെ ഫുൾ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പാതി കോൺഫിഡൻസ് തന്നെ ഇഷ്ടപ്പെടും. ആരുടെ തെറ്റാണ്? ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ തെറ്റല്ലേ അത്? അവർ ചെയ്യുന്ന തെറ്റല്ലേ? ആൻഡ് വൈ യു കമ്പയർ ചെയ്യുന്നു? എബോവ് ആവറേജ്, നോർമൽ ആവറേജ് എന്ന് പറഞ്ഞ് എക്സാമ്പിൾ കാണിച്ച് ഇവിടുത്തെ AI ജനറേറ്റഡ് ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട്. എബോവ് ആവറേജിനും അതിനും മേലുള്ള പയ്യന്മാരെയൊക്കെ റിയൽ ഇമേജസ് കാണിക്കുന്നു. ജസ്റ്റ് നിങ്ങളായിട്ടിരിക്കുക, അതേപോലെ ആവണം. ഓർ അതിന് മാത്രമേ സീരിയസ്ലി ഇങ്ങനെയുണ്ട്, ഗേൾസ് കിട്ടുകയുള്ളൂ. ഓർ അങ്ങനെയുള്ള ഗേൾസിന് മാത്രമേ ബോയ്സ് നോക്കുകയുള്ളൂ. എന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മൃഗമാണ് നമ്മൾ? വാട്ട് കമ്പയർ ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളായിട്ട് ഇരുന്നാലേ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. നിങ്ങൾക്കത് ഇഷ്ടം, ഗ്രൂമാകുന്ന ഇഷ്ടം, ഗ്രൂം ചെയ്യുന്ന തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അവർ പറയുന്ന പോയിന്റ്സ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ വരുന്ന പോയിന്റ്സാണ് തെറ്റെന്ന് പറയുന്നത്. നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അത് മാറ്റാൻ പറ്റാത്ത പോരായ്മയാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും ഒരു ചെറുതായിട്ടെങ്കിലും ഇന്നബിലിറ്റീസോ പോരായ്മ കാണും. അത് വേണം, അതൊരു ബ്യൂട്ടിയാണ് സത്യം പറഞ്ഞാൽ. ആ ബ്യൂട്ടിയെ പോലും നമ്മളെ എൻജോയ് ചെയ്യാൻ പറ്റാതെ മൈൻഡിൽ ഇത്രയും വിഷങ്ങൾ കുത്തി നടക്കണ കുറേ ഓൺലൈൻ മീഡിയാസ് എന്തിനാണെന്ന് എനിക്കറിയില്ല. അവൻ്റെ ലുക്ക് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഗുഡ് ലുക്കിംഗ് ആവുള്ളൂ, ഓർ ഇവളുടെ ലുക്ക് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഗുഡ് ലുക്കിംഗ് ആവുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള തോന്നലല്ലേ? നിങ്ങളെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്താൽ ഇങ്ങനെ ആയിരിക്കണം ഒരു ഗുഡ് ലുക്കിംഗ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്തത് അല്ലേ? ലവ് ഒരു വലിയ പ്രോസസ്സാണ് ഗൈസ്. ബ്യൂട്ടിഫുള്ളായിട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകണമെങ്കിൽ ലുക്ക് വെച്ചല്ല കാര്യം, സ്വഭാവം വെച്ചാണ്, ക്യാരക്ടർ. ഇപ്പോൾ ക്യാരക്ടറിൽ നമ്മൾ നോക്കാനുള്ളത് ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ജനറേഷൻ ഫുൾ ഓപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് ലുക്കിംഗ് ഒക്കെ ഒരാളുടെ പെർസ്പെക്റ്റീവാണ്. ആ പെർസ്പെക്റ്റീവ് ചിലപ്പോൾ തെറ്റാറുമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ഇപ്പോൾ പറയുന്നതൊക്കെ തെറ്റാണെങ്കിൽ ഓക്കെ, അഫ്കോഴ്സ് തെറ്റാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. തെറ്റല്ല ശരിയാണെങ്കിൽ ശരിയെന്ന് തന്നെ പറയാം, ഞാൻ എന്നെ തന്നെ മാറ്റാൻ ശ്രമിച്ചോളാം എന്നും പറഞ്ഞ് ഈ ഓൺലൈൻ മീഡിയാസ് പറയുന്നത് പോലെ ഗുഡ് ലുക്ക് ആയാലേ ഗേൾസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ ആൻഡ് ബോയ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിന് വേറൊരു വാക്കുണ്ട്, അത് ഞാൻ പറയുന്നില്ല. സോ അങ്ങനെയൊന്നും അല്ല ഗൈസ്. ലവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാജിക്കാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കണം. അവർ പറയുന്നത് പോലെ ഇതേപോലത്തെ ലുക്ക് തന്നെ വേണം എന്നൊന്നുമില്ല. ഒരു ബ്രോ പറയുകയാണ് വീഡിയോയിൽ, നല്ലവനായിട്ട് നടന്ന അമ്പിയെ പോലെ ആയിരിക്കും. അങ്ങനെ നടന്നാൽ ഒരു പെൺകുട്ടികൾ നമ്മളെ നോക്കില്ല, അവർക്കാവുന്നല്ല ഇഷ്ടം. നിങ്ങൾ അവരെ ഇഷ്ടമല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ നടക്കാൻ ഇഷ്ടമാണോ അത് നിങ്ങളുടെ താല്പര്യമാണ്. ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പലരും കാണും. നിങ്ങൾക്ക് നല്ലവനായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് നടക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചീത്തയാളായിട്ട് നടക്കണമെങ്കിൽ നടക്കാം, അതിനുള്ള ആ ഒരു
ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ അനുഭവിച്ചോളൂ. ഓക്കെ, നല്ല ആളായിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. നമുക്ക് ജെന്യൂനായിട്ട് നടക്കണ്ടേ? നമുക്ക് ജെന്യൂനായിട്ട് നടന്നാലേ നമുക്ക് ലൈഫിൽ കോൺഫിഡൻസ് കിട്ടൂ. ഇത് ഞാനാണ്, എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. എനിക്ക് ഞാനായിട്ട് തന്നെ നടക്കണം, എന്നാലേ എനിക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടൂ. എന്ത് കാര്യമാണെങ്കിലും ചെയ്യാനുള്ള കോൺഫിഡൻസ്, എന്ത് കാര്യത്തിനെ എതിർക്കാനുള്ള ഒരു കോൺഫിഡൻസ്, അതെനിക്ക് കിട്ടണമെങ്കിൽ ഞാനായിട്ട് തന്നെ നടക്കണം. ഒരാളെ റോൾ മോഡലായിട്ട് എടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ ആ റോൾ മോഡലായിട്ട് എടുക്കുന്ന വ്യക്തി എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ നോക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലവ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതിൽ ഞാൻ പ്രൗഡാണ്, ബിക്കോസ് ഞാനും ഇപ്പോഴത്തെ ജനറേഷനാണ്. അതിൽ എനിക്ക് ഇപ്പോഴത്തെ ലവ് അതൊന്നും ഇഷ്ടമല്ല. ബിക്കോസ് അറിയാം ആവശ്യത്തിന് വേണ്ടി മാത്രമേ പ്രേമിക്കുന്നുള്ളൂ. എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ കളയും. അതാണ് മിക്ക ലവ് ഞാൻ ഇപ്പോൾ കാണുന്ന. ഏകദേശം അവ 1-2 ഉണ്ട്. ഇപ്പോൾ ഒരു 100% 75% ഇതേപോലെ ബാഡ് ലവ് ജനറേഷനാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതിൽ 25% ഒരുത്തനാണ് ഞാൻ എന്ന് ഓർത്ത് എനിക്ക് സന്തോഷമാണ്. ആ വീഡിയോ പറഞ്ഞാണ് പെട്ടെന്നെല്ലാം പോയി പറയണം, പേടിയൊന്നും ഇല്ലാതെ. പേടിച്ചിരിക്കുന്നത് അമ്പിയെ പോലെയാണെന്നാണ് പറയുന്നത് അവൻ. പേടിച്ചിരിക്കുന്നത് അമ്പി എന്നല്ല പറയാനുള്ളത്. അത് പേടിയല്ല, അത് എന്തിൻ്റെ പേടിയാണ്? നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ലൊരു ഫ്രണ്ട്സാണെന്ന് വിചാരിച്ചു, 2 പേരും നല്ല ഫ്രണ്ട്സാണ്. പെട്ടെന്ന് ഈവനൊരു ചെറിയ ഫീലിങ്സ് അവൾക്കും അത് ഉണ്ടെന്ന് അവന് ചെറിയ സംശയം, ഡൗട്ടുണ്ട്. ബട്ട് ഇത് എങ്ങനെ അവളോട് തുറന്ന് പറയും എന്നൊരു പേടി അവിടെ കാണും. എന്തിൻ്റെ പേടിയാണ്? ഇതിൻ്റെ തുറന്ന് പറഞ്ഞാൽ ഇവളെ എന്തെങ്കിലും ആയിട്ട് നഷ്ടപ്പെടുമോ? ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് അവിടെ വെച്ച് അത്രയും അവസാനിക്കുമോ? ഇവൻ അക്സെപ്റ്റ് ചെയ്യൂ എന്നൊക്കെ ഒരുപാട് പേടി കാണും. പേടി വേണം ഇതിനൊക്കെ, എന്നാലേ അതിനൊരു ബ്യൂട്ടി വരുള്ളൂ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ. നമുക്ക് എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിന് ഒരു വാല്യൂ കാണില്ല ഗൈസ്. പെട്ടെന്ന് കിട്ടുന്ന ഒന്നിനും ഒരു വാല്യൂ കാണില്ല. യു ഹാവ് ടു വെയിറ്റ്. ആ വെയിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇപ്പോഴത്തെ ജനറേഷന് ഒട്ടുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പേടിച്ചെന്ന് മീൻസ് പേടിച്ച് ഇൻ ദ സെൻസ് ഓഫ് എന്താ, അവളുടെ അടുത്ത് ഇങ്ങനെ പറയണം, അവൾ പറഞ്ഞ് എങ്ങനെ എടുക്കും. പലരുടെ ഒപ്പീനിയൻ അവൻ കേൾക്കും. ഫ്രണ്ട്സിനോട് പറയും, എനിക്കിങ്ങനെ കൊണ്ടുവരാ, എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നണ്ട, എനിക്ക് തുറന്ന് പറയണം എന്നൊക്കെ പറയും. അതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ഒപ്പീനിയൻ എന്നേ ഉള്ളൂ. ഓക്കെ, പോയി പറയാൻ വേണ്ടി നമ്മൾ അതിന് മുന്നേ എടുക്കുന്ന കുറേ പ്ലാൻസ് ഉണ്ട്. അതിന് മുന്നേ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പ്ലാൻ ഇടണം, അവൾക്ക് ക്ലൂ കൊടുക്കണം, അവൾക്ക് തോന്നണം എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നണം. അതിന് വേണ്ടിയുള്ള ക്ലൂ ഞാൻ കൊടുക്കണം. അതിന് വേണ്ടി ക്ലൂ കൊടുത്ത് ഒരു ലെവലിൽ എത്തിയതിന് ശേഷം അവൾക്കും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നണം. ഓക്കെ, എന്നിട്ട് വേണം എനിക്ക് പോയി പറയാൻ എന്നൊരു ഫീലിങ്സ് തോന്നണം. ദാറ്റ്സ് ഇറ്റ്. അതാണ് ലവ്. ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ കാണും, പക്ഷെ അതൊന്നും ആ സമയത്ത് നമുക്ക് തോന്നൂല. ലവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇപ്പം ഗേൾസിനെയൊക്കെ ചേസ് ചെയ്ത് പോകും. ഒന്ന് കിട്ടില്ലെങ്കിൽ അടുത്തത് കിട്ടിയില്ലെങ്കിൽ അടുത്തത്. ഗേൾസും അങ്ങനെയല്ല, ഒന്നിനെ കളഞ്ഞാൽ അടുത്തതിനെ കളഞ്ഞാൽ അടുത്തത്. അങ്ങനെ നമ്മളെന്താ അനിമൽസോ? നമ്മളെന്താ മൃഗങ്ങളോ? നമ്മുടെ ചിന്തകൾ എന്താ അങ്ങനെ ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പഠിക്കണം, മനസ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. എക്സ്പ്രസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ചെറിയ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, അതിനെ കൂടെ എൻജോയ് ചെയ്യണം. അതും ലൈഫിനെ ബ്യൂട്ടിഫുള്ളാക്കേ. ഒരു പ്രായം കഴിഞ്ഞ് ഇപ്പോൾ ആ പെൺകുട്ടി റിജക്റ്റ് ചെയ്താൽ തന്നെ ഇതൊക്കെ ഒരു 10, 70, 80 വയസ്സ്, ഓക്കെ, അതുവരെ ജീവിച്ചിരിക്കുമെങ്കിൽ ഒരു 50, 60 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഒരു ഗുഡ് മെമ്മറി ആയിരിക്കും ഗൈസ്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പേടിയില്ലാതെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യണം ബോയ്സിനാണ് ഗേൾസ് ഇഷ്ടമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യണ ബോയ്സ് എന്താണെന്ന് പറഞ്ഞാൽ, അവൻ എക്സ്പീരിയൻസ് ആയി. ഇതിനെ പറഞ്ഞ് അവൻ എക്സ്പീരിയൻസ് ആയി. അവന് എങ്ങനെ പറയണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവ ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറയുമ്പോൾ തന്നെ ഇവ എത്ര പേരുടെ ഇങ്ങനെ പറഞ്ഞു കാണും. ഗേൾസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ബോയ് വന്ന് പ്രപ്പോസ് ചെയ്താൽ, അപ്പോൾ ചിലപ്പോൾ നല്ല ബോയ് ആയിരിക്കും, അവൻ ഒരുപാട് പ്ലാൻ ചെയ്തൊന്ന് പ്രപ്പോസ് ചെയ്താൽ പെട്ടെന്നൊന്നും അവൻ്റെ അടുത്ത് നോ പറയണം. അവനെ ഹെർട്ട് ചെയ്യുമ്പോൾ പറയരുത്. അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. എടാ, എനിക്ക് നിന്നോട് അങ്ങനെ ഫീലിങ്സ് ഇല്ലടാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് വേണം. എല്ലായിടത്തും പറഞ്ഞ് ഇങ്ങനെ അവനെ കളിയാക്കാൻ നിൽക്കല്ലോ. എയും ഗുഡാണ്, ബിയും ഗുഡാണെന്ന് വിചാരിച്ചു. ഇപ്പം ബി എന്ന് പറഞ്ഞ് ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പല ഐഡിയാസും ചിലപ്പോൾ മാസങ്ങളൊക്കെ എടുത്തായിരിക്കും ഒന്നും ചെയ്യുന്നതാണ്. എടുത്ത് അതിനുള്ള എഫേർട്സൊക്കെ ഇട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചോ, നിങ്ങൾ പെട്ടെന്ന് കയറി നോങ്ങ് പറയരുത്. ഓക്കെ, ആ ഒരു
ഇതിൽ പെട്ടെന്ന് നോ എന്ന് പറയില്ല. അത് എൻ്റെ കാഴ്ചപ്പാടിലെ തെറ്റാണ്. കുറച്ച് വെയിറ്റ് ചെയ്യുക, അവനിട്ട എഫേർട്സൊക്കെ ഒന്ന് നോക്കുക. അവൻ നിനക്ക് വേണ്ടി, നിന്നെ കിട്ടാൻ വേണ്ടി അവൻ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. നിന്നെ കിട്ടാൻ, അത് ഗേളായാലും ബോയ് ആയാലും, അവളോർ അവൻ ആരായാലും നിന്നെ കിട്ടാൻ വേണ്ടി അവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് അവൻ എങ്ങനെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. ലൈഫ് എന്ന് ബ്യൂട്ടിഫുൾ ആയിരിക്കും, സന്തോഷമായിരിക്കും. പോരെ ലുക്ക് ബേസ് ചെയ്തതല്ല ലവ് നമുക്കത് വരും. ഒരുത്തന്നെ ലുക്ക് ബേസ് ചെയ്തല്ല അവൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ലുക്ക് ബേസ് ചെയ്തല്ല അവനെ ലവ് ചെയ്യേണ്ടത്. ലവ് നമുക്ക് വരും, ഒരു പ്രായമാകുമ്പോൾ നമുക്ക് വരും. ചിലപ്പോൾ കുട്ടിക്കാലത്ത് വരുന്ന ലവ് അതൊന്നും കൂട്ടണ്ട. ഒരു 10-18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അട്രാക്ഷൻ ആണോ ലവ് ആണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്ക് വരും. ലുക്ക് മീൻസ് ബേസിക് ആയിട്ടുള്ള ഗ്രൂമിങ്, നല്ല വൃത്തിയായിട്ട് നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൻ്റെ ഇനബിലിറ്റീസ്, ആ ഇൻസെക്യൂരിറ്റീസിനൊക്കെ വെച്ച് ജഡ്ജ് ചെയ്യല്ലോ ഒരാളെ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് വേറൊരു കാര്യം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഗേൾസിനോട് ഫ്രണ്ട്ഷിപ്പ് ആകാൻ പറ്റില്ല എന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഓൺലൈൻ മീഡിയാസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. എത്ര കുട്ടികളാണ് യൂട്യൂബൊക്കെ കാണുന്നതെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ അച്ഛനമ്മമാർ 5 വയസ്സ് 6 വയസ്സായ പിള്ളേരെ കയ്യിലേക്കാണ് ഫോണൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അവരൊക്കെ ഇത് കാണും. അപ്പോൾ അവരൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത് എന്തായിരിക്കും സ്ഥിതി? എന്താണ് ഈ പറയുന്നത്? ഫ്രണ്ട്ഷിപ്പ് പറ്റില്ലെന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ്. എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ഗേൾസിലെ ഫ്രണ്ട്സ് എനിക്കും ഉണ്ട്. ഞാൻ അവരെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ വേറൊരു രീതിയിലും കണ്ടിട്ടില്ല. അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ്ഡാ, അത് വേറെ ഒന്നുമല്ല. ഫ്രണ്ട്സ് ഇതിനെയൊക്കെയാണ് ഇവരൊക്കെ ഒരുമാതിരി ജഡ്ജ് ചെയ്ത് ഫ്രണ്ട്സ് ആയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. എന്തുവാടെ ഗ്രോ മാൻ. ചിലവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പം ട്രൂ ലവ് ഒക്കെ ആണെങ്കിലും ചില ഗേൾസിനാണെന്ന് തോന്നുന്നു, ചില ഗേൾസിനും ചില ബോയ്സിനും ഈ തെറ്റിദ്ധാരണ കാണും. ഒരു പയ്യൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിചാരിച്ചു, എക്സാമ്പിൾ മാത്രം, ഒരു പയ്യൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവനെ അവൾക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷേ അവളത് സമ്മതിച്ചു കൊടുക്കില്ല. ഇനി സമ്മതിച്ചു കൊടുത്താൽ എൻ്റെ പഠിത്തത്തിന് എന്തെങ്കിലും ബാധിക്കുമോ, എനിക്ക് എൻ്റെ ഫാമിലിയും കൂടെ നോക്കണം, എൻ്റെ കരിയർ ബിൽഡ് ചെയ്യണം എന്ന കാര്യമുണ്ട്. നമ്മളൊരാൾ ഇഷ്ടപ്പെട്ടാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ രണ്ടുപേർക്കും ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. അവൻ്റെ കൂടെ പഠിത്തം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മുടെ മനസ്സിനെ അങ്ങനെ ആക്കിയെടുക്കണം. ലവ് ഒരു സൈഡിലുണ്ട്, പഠിത്തം വേറൊരു സൈഡിൽ. ലവിനും പഠിത്തത്തിനും ടൈം കണ്ടെത്തണം. രണ്ടുപേരും പറഞ്ഞു വയ്ക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമാണ്, സോ നമുക്കതുകൊണ്ട് ഇപ്പം ഇതൊക്കെ ഒതുക്കി വയ്ക്കാം. കിട്ടുന്ന ലീവൊക്കെ ഉണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കിത് ബിൽഡ് ചെയ്തെടുക്കാം എന്നൊക്കെ പറയാം. അല്ലാതെ ഇതിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് അവൻ്റെ മാനസികാവസ്ഥയെ തകർത്ത് അവളുടെ മാനസികാവസ്ഥ തകർത്ത് എന്തിനാ? ചിലപ്പോൾ അവനല്ലെങ്കിൽ അവൾ നഷ്ടപ്പെട്ടു പോയെന്ന് തന്നെ ഇരിക്കാം. ലാസ്റ്റായിട്ട് നമുക്കൊരു ലൈഫേ ഉള്ളൂ. സോ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ട് മനസ്സിനെ തളർത്തരുത്. നമുക്ക് എന്താണ് ഉള്ളത് അത് തന്നെ നമുക്കുള്ളൊരു ബ്യൂട്ടിയാണ്. ഒരാളുടെ നേരെ മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും, മനസ്സ് തുറന്ന് ചിരിക്കാൻ ആ ഒരു മെൻറ്റാലിറ്റി ആർക്കും ഇല്ല. ഇത്രയേ ഉള്ളൂ ഞാൻ പറയണത്. ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് സ്ട്രെസ് എടുക്കുക. നിങ്ങളുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാം, നിങ്ങളുടെ ലവ് ലൈഫ് എങ്ങനെ ബിൽഡ് ചെയ്യാം, നിങ്ങളുടെ ഫാമിലീസ് എങ്ങനെ കൊണ്ടുപോകാം, നിങ്ങൾ സെൽഫ് കെയർ എങ്ങനെ ചെയ്യാം എന്നതിനെപ്പറ്റി പഠിക്കുക. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കാനല്ല പറയുന്നത്. ഒരുത്തിനും ഒരു ഉപയോഗപ്പെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ അത് സെൽഫ് റെസ്പെക്റ്റ് എന്നല്ല പറയേണ്ടത്. അതിനെ വേറൊരു വാക്കുണ്ട്, അത് ഞാൻ പറയുന്നില്ല. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലീസിനെയൊക്കെ നമുക്ക്, അച്ഛനമ്മ, അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രീമുണ്ട്, കരിയറിലൊരു ഡ്രീമുണ്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാനുള്ള പൈസ ഇല്ല, ഇപ്പോൾ ലൈഫ് സെറ്റിൽ ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിൽ ആയതിനു ശേഷം ചെയ്യാം. ടൈമുണ്ട്, അതിന് നേരത്തെ സെറ്റിൽ ആവാൻ വേണ്ടി നിങ്ങൾ നോക്കണം. അത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് ലൈഫ്. ചുമ്മാ ഓരോ വീഡിയോസും കണ്ട് മനസ്സിനെ തളർത്തി ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് എന്തിന് ഇതേപോലുള്ള വീഡിയോസൊക്കെ ആ ചാനലിൻ്റെ സൈഡിൽ പോയിട്ട് ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് പറഞ്ഞ് അടിച്ചു കളഞ്ഞാൽ കഴിഞ്ഞ്. എന്ത് വീഡിയോസ് കണ്ടാലും എന്ത് കാര്യങ്ങൾ കണ്ടാലും നിങ്ങളുടെ ഒപ്പീനിയനിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വിജയിക്കും.
അതിന് ആരെങ്ങനെ വന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാലും അതിന് പറ്റില്ല. നിങ്ങൾ ഒപ്പീനിയൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ ഉറച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ യെസ് നിൽക്കുക. അതിൽ ഇവർ പറയുന്നതൊക്കെ കേട്ട് മാനിപ്പുലേറ്റ് ആകാതെ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് ദ ചാനൽ എന്ന് കൊടുത്താൽ മതി. യൂട്യൂബ് അൽഗോരിതം തന്നെ ഇതിനെയൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അതിന് പറ്റുന്ന രീതിയിൽ റിമൂവ് ചെയ്ത് കളയും തോന്നുന്നു. ഓക്കെ, സോ ഇത്രയും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ബൈ. யாரையும் பிடிக்காதுன்னு சொல்லாதீங்க. என்னையும் எல்லாரும் வரலான்னு தான் கூப்பிடுவாங்க. நான் ஏன் எல்லாரையும் பிடிக்காதுன்னு சொல்லணும்? எல்லாரும் நண்பர்கள் மாதிரி தான். ஒற்றுமை இல்லாத நாடு ஏன் இருக்கணும்? நம்ம நாடு ஒற்றுமை நாடுன்னு சொல்றோம். ஒற்றுமை இல்லாம இருந்துச்சுன்னா எப்படி? எல்லாரும் உலகத்துக்கு ஒரே மாதிரி சமம். நம்ம யாரையும் பிடிக்காதுன்னு நம்ம முடிவெடுக்க கூடாது.